അമ്മാരി. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനും മോളും ഉമ്മച്ചും കൂടി ടൗണിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡ്രസ്സ്, പിന്നെ ഒരു ചെരുപ്പ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. ബസ് ഇറങ്ങിയത് നമ്മൾ LICയിലാട്ടോ. അവിടെ നിന്ന് നേരെ SM-ലേക്ക് നടന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ടൗണിൽ മൊത്തം ആൾക്കാരാട്ടോ, ഭയങ്കര റഷായിരുന്നു. കയറണം എന്ന് വിചാരിച്ചാൽ 2-3 ഷോപ്പിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഉമ്മ പറഞ്ഞു അവിടെ കയറണ്ടാന്ന്. പിന്നെ ഉമ്മക്ക് പോണ വഴിക്ക് ഒരു ബാഗ് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നോക്കാൻ കഴിയുന്നില്ല, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കൊണ്ട് പോകുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മെയിൻ സ്ഥലമാണ് കഷ്ക. അവിടെ ആകുമ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിനാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഡ്രസ്സ് കൂടുതലും കിട്ടും. എനിക്ക് ഓഫീസിലേക്കുള്ള കൂടുതൽ ഡ്രസ്സും ഞാൻ അവിടെ നിന്ന് തന്നെ ആട്ടോ വാങ്ങിക്കല്. ജീൻസ് ആയാലും ഷോൾ ആയാലും ഒക്കെ ഞാൻ അവിടെ നിന്നാണ് കൂടുതലും വാങ്ങിക്കും. അങ്ങനെ കഷ്കയിലെത്തി മോക്ക് ഡ്രസ്സ് നോക്കാനുണ്ട്, ഉമ്മാക്കൊരു ചുരിദാർ സെറ്റ് നോക്കാനുണ്ട്, എനിക്കും ഡ്രസ്സ് നോക്കാനുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടുത്തെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനൊക്കെ എനിക്കും ഉമ്മാക്കും നന്നായിട്ട് വിശന്നു. എനിക്ക് പിന്നെ പണ്ടേ ടൗണിലെത്തിയ വിശപ്പ് കുറച്ച് കൂടുതലാണ്. പിന്നെ അവിടെ നേരെ പോയത് ചൈന മാർക്കറ്റിലേക്കാണ്. പിന്നെ നടന്നു പോകുമ്പോൾ സ്ട്രീറ്റിൽ ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വില ചോദിച്ചിട്ട് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. നമുക്ക് ആ മറ്റേ 20 രൂപ പിടി കയറാം. എന്താ പറയുക, ചൈന മാർക്കറ്റ്. മോളെ നല്ല നല്ല രസമുള്ള അടിപൊളി ചെരുപ്പുകൾ. എന്താ മോളെ എൻ്റെ മുഖത്തൊരു തെളിവില്ല. അങ്ങനെ പറയല്ലേ. ഇടയ്ക്ക് വെച്ച് ക്യാമറ ഓൺ ആക്കുമ്പോൾ ഓരോ കമൻസ് വരാറുണ്ട്. ഞാൻ പിന്നെ പണ്ടേ അതൊന്നും ശ്രദ്ധിക്കാത്തതിനെ കൊണ്ട് എനിക്ക് വലിയ സീനില്ല. പിന്നെ നമ്മൾ നേരെ പോയത് വസന്തഭവനിലേക്കാട്ടോ. ദോശയും നല്ല ചൂട് വടയും കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചക്കെങ്ങാനും തിന്നതല്ലേ. ഇപ്പം രാത്രി കുറച്ച് ടൈം ആയിക്കണേ. അപ്പം പിന്നെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതിന് ഇറങ്ങാമെന്ന് വെച്ച് പറഞ്ഞു. അങ്ങനെ നെയ്റോസ്റ്റ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് കേട്ടോ. ഓരോ ദോശ കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാവരും നമ്മക്കുള്ളതാണ് അമ്മക്കുള്ളതെന്ന് വിചാരിക്കും. അവസാനം ദോശ എത്തി. അങ്ങനെ അവിടുന്ന് കഴിച്ച് വേഗം ഇറങ്ങിയിട്ട് ഉമ്മാൻ്റെ ഒരു ബ്ലൗസ് അടിക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഏച്ചി വിളിച്ചിരുന്നു, ഞാനിപ്പോൾ പോകും, പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാനാട്ടോ ഓടിപ്പോയി വേഗം കൊണ്ടു കൊടുത്തത്. ഞാൻ കൊണ്ടു കൊടുത്ത് വരുമ്പോഴത്തേനൊക്കെ അടുത്ത ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. മോളെ എന്താ തിന്നണേ? അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരാളെ പരിചയപ്പെട്ടോ. ഇർഫാൻ, അതായത് കാൻ്റെ ഫ്രണ്ടാണ്. ബദാം മിൽക്കേ കുടിക്കുള്ളൂ. അതായത് 15 Pro കൊടുത്തതിന് ശേഷം ബദാം മിൽക്കേ കുടിക്കുള്ളൂ. നേതാ മൂഡ് നോക്ക് കഴിഞ്ഞല്ലോ. പറയൂ ബോക്സ് ഗൈസ് എന്ന് പറയും. ഒന്നാ പറഞ്ഞേ. അല്ല എനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങളേന്ന് മതി. തണുപ്പുണ്ടാവും. മോളെന്തിനാ വിതരണം ചെയ്യണേ? ചില്ലർക്ക് എത്രത്തോളം തരും മോളെ? നമ്മൾ ജ്യൂസ് കുടിക്കാതിരുന്ന പീടിയൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അവൾ ജീൻസും കൂടി ടൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേനെ. അപ്പോൾ അതും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ പോയത് മോക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഡെയിലി എടുക്കുന്ന സ്പോട്ടുണ്ട്, ലിവാ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. നല്ല കളക്ഷൻസ്. എൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തത്. മോക്ക് കുറച്ച് വലിയ സൈസ് വേണ്ടതിനെ കൊണ്ട് ഏത് ഷോപ്പിൽ പോയാലും അവൾക്ക് അങ്ങനെ സൈസ് കിട്ടാറില്ല.
ലിവയിൽ വന്ന അവൾക്ക് കംഫർട്ടായിട്ടുള്ള നല്ല ചെരുപ്പ് അവൾക്ക് എന്നും കിട്ടാറുണ്ട്, ഇന്നും കിട്ടുന്നതാണ് വിചാരിക്കും. നല്ല വൃത്തിയുണ്ട് കേട്ടോ മോളെ. നോക്കണ കാലൊക്കെ ഇങ്ങോട്ട് രസമുണ്ട് രസമുണ്ട്. എന്താ നല്ലല്ല, അടിപൊളി 10,750 ചെരുപ്പ് ആൾക്കാർ എടുത്താറ്. പിന്നെ ഇറങ്ങാൻ നേരം അവിടുത്തെ സ്റ്റാഫിനെക്കാളും നല്ല കമ്പനി ആയിട്ടോ. ഉമ്മയും ഞാനൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നതിനെ കൊണ്ട് അവരായിട്ട് കുറച്ചായിട്ട് സംസാരിച്ചു നിന്നു. പിന്നെ നേരെ പോയി നമ്മൾ ടോപ്പ് മാളിലേക്ക് ആട്ടോ. അപ്പോഴത്തേക്ക് മോൾ ഉറങ്ങിയിട്ട് എൻ്റെ മേലെ കിടന്നിട്ട് പിന്നെ മോൾക്ക് ചുരിദാർ നോക്കി. പിന്നെ അവൾ പറഞ്ഞു ഇപ്പം എടുക്കാം, നമുക്ക് പിന്നെ ഒരു ദിവസം വരെ. നമ്മളെല്ലാവരും ക്ഷീണിച്ചതിന് നന്നായി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.